ഡ്രീംസ് ക്രിയേഷൻസിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ 2025 നമ്മെ വിട്ടുപോയ മഹത് വ്യക്തികളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഇറങ്ങിയ ഏറ്റവും മികച്ച 5 ചിത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ സൂപ്പർ ഹിറ്റ് ആയതോ ഒത്തിരി പോപ്പുലർ ആയതോ ആയ ചിത്രങ്ങളല്ല നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വേണ്ട രീതിയിൽ ശ്രദ്ധ കിട്ടാത്ത മനോഹരമായ നല്ല ചിത്രങ്ങൾ, അതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നിലവിൽ OTTയിൽ അവൈലബിൾ ആയിട്ടുള്ള 5 ചിത്രങ്ങളാണ് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം. ലിസ്റ്റിൽ 5ാം സ്ഥാനത്തെ ചിത്രം അവിഹിതം. ഞാൻ സിനിമയാണ് ഉദ്ദേശിച്ചത്. അവിഹിതം എന്ന 2025 ഇറങ്ങിയ മനോഹരമായ ഒരു ചിത്രം. സെന്ന ഹെഗ്ഡെയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു കോമഡി ജോണറിൽ പോകുന്ന ഒരു മനോഹരമായ ചിത്രമാണ്. ഇത് നീ വേറെ ആരോടോ പറഞ്ഞോ? ചവിട്ടി ഞെരിച്ച് കൊന്നു. കൂടുതലും പുതുമുഖങ്ങളാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ കൂടെ ഉണ്ണിരാജും ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ആരായിരിക്കും ഈ പെണ്ണുങ്ങളായാലും എപ്പോ ഒരു കണ്ണു, പെങ്ങളായാലും ഭാര്യ ആയാലും. ശ്രീരാജ് സജിയുടെ മ്യൂസിക് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഏതായാലും ഓവറോൾ ഈ ചിത്രം മികച്ചൊരു കോമഡി എന്റർടൈനർ ആണ്. പക്ഷെ ഈ ചിത്രം വേണ്ട രീതിയിൽ പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു ശ്രദ്ധ നേടിയോ എന്ന് സംശയമാണ്. നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഇത് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത സിനിമയിലേക്ക് കടക്കാം. നമ്പർ 4, നമ്മുടെ 4ാം സ്ഥാനത്തുള്ള ചിത്രം നാരായണീന്റെ 3 ആൺമക്കൾ. ഈ 3 ആൺമക്കളാണ് അഭിനയിച്ചിരിക്കുന്നത് ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവരാണ്. നിങ്ങളെ ഭാര്യ കുട്ടികളെ കേട്ടിയെന്ന് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശരൺ വേണുഗോപാലാണ്. ചെറുപ്പത്തിൽ ഞങ്ങള് സ്ഥിര കുളത്തിലായിരുന്നു. വിശ്വനും ഭാസ്കരനും അവിടെ ചേർന്നാടിയ. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഭൂമിയും വസ്തുക്കളും ബാങ്ക് അക്കൗണ്ടും 3 മക്കൾക്കും തുല്യമായിട്ട് വിരിക്കേണ്ടി വരും. ചിത്രം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ലഭ്യമാണ്. നല്ലൊരു ചിത്രമാണ്, മനോഹരമായ ഒരു ചിത്രമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. ഈ ചിത്രം വേണ്ട രീതിയിൽ ഒരു പ്രേക്ഷക ശ്രദ്ധ നേടിയോ എന്ന സംശയമാണ്. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കിടക്കാം. നമ്പർ 3, ഔസേപ്പിന്റെ ഒസിയത്ത്. ശരചന്ദ്രൻ ആർജയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ വിജയരാഘവന്റെ ഒരു മനോഹരമായ വേഷമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതെന്നാ ചേട്ടത്തിന്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ അങ്ങോട്ട് മൊത്തം 60 ഏക്കറോളം വരുന്ന ഔസേപ്പിന്റെ തോട്ടം. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന ഔസേപ്പിന്റെ വീട്ടിൽ. ആ വർഗീസേട്ടന്റെ മോളുടെ പുറകെ നടക്കാനുള്ള കാശെങ്കിലും കിട്ടൂടാ. എന്റെ അച്ചോ, എന്തിനാ ഈ ഓഡിറ്റോറിയത്തിൽ AC? ഒരു 5-6 ഫാൻ മേടിച്ചിട്ടാ പോരെ. നിങ്ങളും ആ നായരും തമ്മിലാ ഇടപാട്. ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, ഹേമന്ത് മേനോൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഹൈറേഞ്ച് ഏരിയയിൽ നടക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ്. ഒരു മനോഹരമായ ചിത്രമാണ്. ചിത്രം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. നല്ല സിനിമയാണ്. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം.
എന്നോട് കൽപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ഈപ്പൻ അല്ലേ? സ്റ്റീഫൻ. ഇവിടേക്ക് എത്രയൊക്കെ മതി. നല്ല വെളിച്ചം, ശുദ്ധവായു, നല്ല കാറ്റ്. അകത്ത് കിട്ടൂല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയിരിക്കണം. ഇനി എന്നാ പരിപാടി? ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. തോമസ് കെ സെബാസ്റ്റ്യനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒറ്റക്കുള്ള നടപ്പ് ഒഴിവാക്കുന്ന കേട്ടോ നല്ലത്. പരിചയമില്ലാത്തവർക്ക് പേടിക്കാനാണ് വേറെ പലതും. ദിലീഷ് പോത്തൻ, ദേവദർശിനി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നോട് കൽപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അതുപോലെ എന്താ പറയുക, ഈ ചിത്രം ഒരു വളരെ നല്ലൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ ചിത്രം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇതും ഒരു ഹൈ റേഞ്ച് ഏരിയയിൽ നടക്കുന്ന ഒരു കഥയൊക്കെയാണ്. ഞാൻ ഈ ഡിസംബർ 10 വരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രം ഈ എന്ന ചിത്രമായിരുന്നു. പക്ഷേ ഡിസംബർ 12 ഞാൻ മറ്റൊരു ചിത്രം കണ്ടു. ആ ചിത്രം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എന്നെ എന്നല്ല, ആ ചിത്രം കണ്ട ഒട്ടുമിക്ക പ്രേക്ഷകരെയും ആ ചിത്രം വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ലിസ്റ്റിലെ 1ാമത്തെ ചിത്രം, ഫെമിനിറ്റി ഫാത്തിമ. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ചിത്രം മുസ്ലിം പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. കണ്ട നായ്ക്കളും പക്ഷികളും പൂച്ചകളൊക്കെ എന്റെ ബെഡ്റൂമിൽ കയറി നിറങ്ങിയിരുന്നു. ഞാൻ അമ്മാനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. എന്താ ഫാത്തിമ, നമ്മുടെ സൈനത്താന്റെ ബെഡന്നെ കിട്ടിയില്ലേ? അത്ര റാഹത്തുള്ള ബെഡ് അത്. സ്പെയിനിന്ന് കൊടുന്ന സ്പോഞ്ച് കിടക്കാം, പഞ്ചാബിന്ന് കൊടുന്ന പഞ്ഞിക്കിടക്കെ കിടന്നുണ്ടെങ്കില് കണ്ടാ മതി ഓർക്കും. എന്നിട്ട് നമുക്ക് ഉറക്കം വരില്ലല്ലോ. ഈ ബെഡ് കടന്നവരൊക്കെ മയ്യത്തയക്കണം. കോയൊക്കെ മാത്രമേ കിടക്കാത്തുള്ളൂ. മൂപ്പര് കഴിച്ചിലാവും ചെയ്തു. ഷംല ഹംസയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം വ്യത്യസ്തമായ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. IFFKയിലൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയതാണ്. പോരാത്തതിന് നമ്മുടെ സംസ്ഥാന തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും എല്ലാം ഇത് ഒരുപാട് അവാർഡുകൾ ചിത്രം വാരിക്കൂട്ടിയിട്ടുണ്ട്. ഞാനേ ഈ പള്ളിയിൽ ഉസ്താദാണ്. ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആള്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ചിത്രമാണ്. നിങ്ങളും ഈ ചിത്രം കാണുക. എന്ത് അപ്പൊ ഫാത്തിമാന്റെ ഉറക്കം ചരിത്രത്തിന്റെ ഒപ്പം. ചിത്രം മനോരമ മാക്സിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇത് കൂടാതെ ലിസ്റ്റിൽ ഇല്ലാത്ത 2 ചിത്രങ്ങളും കൂടി ഉണ്ട്. ഒന്ന് കോലാഹലം എന്ന് പറഞ്ഞ ചിത്രം. വളരെ ഒരു ഹ്യൂമർ പശ്ചാത്തലത്തിൽ പോകുന്ന ഒറ്റ ലൊക്കേഷൻ മാത്രമുള്ള ഒരു സിനിമയാണത്. വളരെ നന്നായിട്ട് അവരത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഒരു നല്ലൊരു എന്റർടൈനർ ആയിട്ടുള്ള ഒരു 1 ടൈം വാച്ചബിൾ മൂവി തന്നെയാണ് കോലാഹലം. അത് കൂടാതെ അടുത്ത പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളി കേന്ദ്ര കഥാപാത്രങ്ങളായ മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രം. വളരെ നല്ലൊരു ചിത്രമാണത്. വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആ ചിത്രം കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഈ ചിത്രങ്ങൾ എല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. മിസ് ചെയ്യരുത്. അത്രയ്ക്ക് നല്ല ചിത്രങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.